ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു പ്രഭാത കാഴ്ചയിലേക്കുള്ള യാത്രയാവും. പോകുന്നത് മഹ്ദിയാണ്, എൻ്റെ പൊന്നോമന പുത്രൻ, മൂത്ത പുത്രൻ. അവൻ മദ്രസ പഠനത്തിന് ഒരു 6:30 ആകുമ്പോൾ അവരെ മദ്രസ തുടങ്ങും. ഏകദേശം 6:20 ഇപ്പോഴത്തെ സമയം, ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയം. അങ്ങനെ അവനെ ഞങ്ങൾ മദ്രസയിലാക്കാൻ, ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ചെറിയ പുത്രൻ മഹസാറുമുണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ അവനെ മദ്രസയിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയപ്പോൾ ഈ കടലിൻ്റെ ഓരത്തോടെ കൂടിയാണ് നമ്മൾ മദ്രസയിലേക്കുള്ള യാത്ര കേട്ടോ. എത്ര നേരത്തെ പോയി കഴിഞ്ഞാൽ മക്കൾ കടലിൻ്റെ ഭംഗി അങ്ങനെ കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ എത്തുമ്പോൾ അതേ ഒച്ച എഴയുന്ന പോലെ മാത്രമേ നമുക്ക് ദർസിലേക്ക് പോകാൻ കഴിയുള്ളൂ. അത്ര ഭംഗിയാണ് രാവിലത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. അങ്ങനെ അവനെ മദ്രസയിലിട്ട് അവൻ പോകുന്നതും നോക്കി ഞങ്ങൾ അവിടെ നിന്നു. കൂടെ കടലമ്മയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറിയ ചെറിയ വള്ളങ്ങളുണ്ട്, അങ്ങ് അകലെയാണത്. അപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. എൻ്റെ ഫോണിൻ്റെ പവർ വെച്ച് അത്ര എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ കണ്ട ഗോഡ്സ് ഓൺ കൺട്രി എന്താണ്, കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. അത് വിളിച്ചോതുന്ന രീതിയിലുള്ള സൗന്ദര്യമാണ് പ്രകൃതി കനിഞ്ഞ് നൽകിയിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതും ആസ്വദിച്ച് ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു. വീഡിയോ എടുക്കുന്നത് കണ്ട് ചിലരൊക്കെ ചോദിക്കുന്നു എന്താണ്, എന്തോ പറ്റി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നും കാണുന്ന കാഴ്ചയാണ്. പക്ഷേ എന്നെപ്പോലെയുള്ളവർക്ക് ഇത് ഒരു എന്താണ്, വളരെ ഭംഗിയാർന്ന കാഴ്ചയാണ്. കണ്ട കടൽ എന്തൊക്കെയോ നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട് അല്ലേ. വളരെ ഭംഗിയാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. പുത്തൻ പ്രതീക്ഷകളാണ് ഓരോ പുലരിയും നമുക്ക് നൽകുന്നത്. ഓരോ പുലരിയും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. പുതിയ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. ചിലവർ ആ ജീവിതത്തിനനുസരിച്ച് ഉയർച്ചയിലെത്തുന്നു. ചിലവർക്ക് ആ ഉയർച്ചയിലെത്താൻ കഴിയാത്ത സങ്കടവും നിരാശയും ഉണ്ടാകുന്നു. എങ്കിലും നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഈ കടൽ തിരമാല ഇങ്ങനെ തിരകളിങ്ങനെ അടിച്ചു കയറി വരുന്നത് പോലെ ജീവിതത്തോട് നമ്മൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിച്ച പൊസിഷനിൽ നമ്മൾ എത്തിച്ചേരും. അത് തീർച്ചയാണ്. പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ തുടക്കമാണ്. ഒരു തവണ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ വിജയത്തിലേക്കെത്തും. പരാജയത്തിലൂടെ വിജയത്തിലെത്തിയവർ വീണ്ടും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പരാജയം എന്നുള്ളത് വിജയത്തിൻ്റെ തുടക്കമായിട്ട് കാണുക. അങ്ങനെ പ്രഭാത കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടെ കാഴ്ചകൾ കണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്.